ലോകകപ്പിന്റെ ഫൈനലിൽ സ്പെയിൻ എത്തി. രണ്ടാമൻ ആരായിരിക്കും? അർജന്റീനയോ ഇംഗ്ലണ്ടോ? ലോക ഫൈനലിൽ സ്പെയിന്റെ എതിരാളികൾ ആരെന്ന് ഇന്നറിയാം. അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ രണ്ടാം സെമിയിൽ ആവേശപ്പോര് രാത്രി 12:30-ക്കാണ്. 2005 ശേഷം ആദ്യമായിട്ടാണ് അർജന്റീനയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടുന്നത് തന്നെ. അറ്റ്ലാന്റയിലാണ് പോരാട്ടം. ഇത് യുദ്ധത്തിന്റെ രാത്രിയാണ്. ആകാശവും ഭൂമിയും വിറയലോടെ മാത്രം ഉറ്റുനോക്കുന്ന രാത്രി. അറ്റ്ലാന്റയിലെ വേലിക്കുള്ളിൽ ബൂട്ടുകളിൽ നിന്ന് മിസൈലുകൾ പായുമ്പോൾ നാൽക്കാലിൽ കെട്ടിയ വലകൾക്ക് തീപിടിക്കും. യുദ്ധഭൂമിയിലെ 11 യോദ്ധാക്കൾ ഓരോ സ്ഫോടനങ്ങൾക്കും മരുന്ന് നിറയ്ക്കുമ്പോൾ തീ പകരാൻ കാത്തിരിക്കും ഗാലറിയിലെ കാലാൾപ്പട. ഫോക്ലാൻഡ് യുദ്ധത്തിന്റെ 44-ാം ആണ്ടിൽ വീണ്ടും അർജന്റീന ഇംഗ്ലണ്ട് ഫുട്ബോൾ യുദ്ധം. ലോക ചാമ്പ്യന്മാരുടെ 3 നോക്കൌട്ട് മത്സരങ്ങളും എക്സ്ട്രാ ടൈമിലാണ് അവസാനിച്ചത്. കേപ്പ് വെർഡെ, ഈജിപ്ത്, സ്വിറ്റ്സർലൻഡ് എന്നിങ്ങനെ കടലാസിലെങ്കിലും ദുർബലരായ എതിരാളികളാണ് മെസ്സിയെയും അർജന്റീനയും 90 മിനിറ്റുകളും പിടിച്ചുകെട്ടിയത്. വീര്യം കൂടിയ വീഞ്ഞായി ലയണൽ മെസ്സി കളം വാഴുന്നുണ്ടെങ്കിലും തലവേദനകൾ ഏറെയുണ്ട് കോച്ച് സ്കലോണിക്ക്. ലെഫ്റ്റ് ബാക്കിൽ താലിയഫിക്കോയും റൈറ്റ് ബാക്കിൽ മൊളീനയും ദുർബലമായ കണ്ണികളാണ്. റോഡ്രിഗോ ഡി പോളിന്റെ ഫോമില്ലായ്മയാണ് മറ്റൊന്ന്. ത്രസിപ്പിക്കുന്ന ഗോൾ നേട്ടത്തോടെ ഹൂലിയൻ അൽവാരസ് കൂടുതൽ ഫോമിലേക്ക് ഉയരുമെന്ന് കരുതാം. ആക്രമണത്തിലെ മൂർച്ച തന്നെയാണ് ഇംഗ്ലണ്ടിനും കരുത്ത്. ഹാരി കെയ്ൻ ഗോൾ അടിക്കാതെ പോയാൽ പിന്നിൽ നിന്ന് ജൂഡ് ബെല്ലിംഗ്ഹാം എത്തും കണക്കു തീർക്കാൻ. ഡിഫൻസീവ് വീഴ്ചകളാണ് ഇംഗ്ലണ്ടിനും തലവേദന. സ്കലോണിയെ പോലെ തന്നെ തന്ത്രജ്ഞനാണ് ടുഷേലും. മരുന്നിന് മറുമരുന്ന് സ്റ്റോക്കുണ്ട് 2 പരിശീലകരുടെയും കീശയിൽ. മെസ്സിയോളം മെസ്സി മാത്രമെങ്കിലും എല്ലാവരിലും കണ്ടുണ്ടാവുമെന്ന് ഇംഗ്ലീഷ് ഗോൾ കീപ്പർ Pickford. He's scored so many goals and he's contributed to so many goals as well over his career, and it's great to be able to finally come up against him for so long and watching him as a kid. And yeah, but we all know how good Messi is, but we also know how good Argentina is, so can't just solely rely on Messi. We've got to focus on the other strengths as well and the other weaknesses we can take advantage of. പതിനാല് തവണയാണ് ഇരു ടീം മുഖാമുഖമെത്തിയത്. 6 തവണ ഇംഗ്ലണ്ട് ജയിച്ചപ്പോൾ അർജന്റീന നേട്ടമുണ്ടാക്കിയത് 3 തവണ മാത്രം. 39-കാരനെങ്കിലും മെസ്സിക്ക് ഇന്നാണ് ഇംഗ്ലണ്ടിനെതിരെ അരങ്ങേറ്റം. 2 പതിറ്റാണ്ടിന് ശേഷമാണ് ഇംഗ്ലണ്ടും അർജന്റീനയും രാജ്യാന്തര വേദിയിൽ പോരടിക്കുന്നത്. യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. കടും നീല ജേഴ്സിയിൽ അർജന്റീനയ്ക്ക് മുന്നിൽ വെടിക്കോപ്പുകളുമായി ഇംഗ്ലണ്ട് എത്തുന്നത് വെള്ള നിറത്തിലാണ്. വെണ്ണീറാകുന്നത് ആരായാലും ആരാധകർക്കാണ് നഷ്ടം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ഇംഗ്ലണ്ടിനെതിരായ സെമി ഫൈനലിന് മുൻപ് തങ്ങൾക്ക് യാതൊരു സമ്മർദ്ദവുമില്ല എന്ന് അർജന്റീന മിഡ്ഫീൽഡർ അലക്സിസ് മക്കലിസ്റ്റർ മുൻപും സെമി ഫൈനൽ കളിച്ചതിന്റെ അനുഭവ സമ്പത്ത് ഗുണം ചെയ്യും. പ്രീമിയർ ലീഗിൽ എപ്പോഴും ഏറ്റുമുട്ടുന്ന താരങ്ങളാണ് ഇംഗ്ലീഷ് നിരയിലുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ പറ്റി വ്യക്തമായ ധാരണയുണ്ട്. പക്ഷേ പ്രീമിയർ ലീഗിൽ അവർ പ്രകടമാക്കുന്ന താളം ലോകകപ്പിൽ ഇതുവരെ അവർക്ക് പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ചൂടും താപനിലയും ഒക്കെ ആയിരിക്കാം അതിന് കാരണമെന്നും മക്കലിസ്റ്റർ. We don't feel any pressure, to be honest. We understand this is a World Cup, this is a semi-final, and we have the experience of playing a semi-final of a World Cup before, so that hopefully helps. But as I said, it's going to be a tough game because they're a really good team. We really respect them, and we will see today how it goes. So I'm not surprised. They have, as I said, very good players. They know what they are doing and they have a great idea. So we really respect them and we will try our best to win. കടും നീല നിറത്തിലുള്ള എവേ ജേഴ്സി ധരിച്ചിറങ്ങാനുള്ള അർജന്റീനയുടെ തീരുമാനത്തെ പരോക്ഷമായി പരിഹസിച്ചു ഇംഗ്ലീഷ് കോച്ച് തോമസ് ടുഹേൽ. ഇതിനു പിന്നിൽ എന്തെങ്കിലും അന്ധവിശ്വാസം ഉണ്ടെങ്കിൽ അവരെ അഭിനന്ദിക്കുകയാണ്. എനിക്കും ചില അന്ധവിശ്വാസങ്ങളുണ്ട്. ഞാൻ അതേക്കുറിച്ച് നിങ്ങളോട് പറയില്ല, കാരണം അത് പുറത്തു പറഞ്ഞാൽ ഫലിക്കില്ല എന്നത് തന്റെ മറ്റൊരു അന്ധവിശ്വാസമാണെന്ന് ടുഹേൽ പറയും. Argentina plays in blue and we play in white.
And that is because Argentina is or this is a lucky shirt, or they chose this? No, it's because we're Team A. I would have done the same. If there was any superstition combined with it, I would have done the same. So credit to them. I was not aware of that. I have my superstitious routines, and I have my routines, and you can call it superstitious or being superstitious or routines. I will not tell you, because another superstition is that if I tell you, it will not work. So I can't. I can't, but of course we have routines that keep you grounded and calm through the day, and that will not change. But we have, of course, also our lucky charms and yeah. എന്തായാലും കടുനീല നിറത്തിൽ അർജന്റീന ഇന്നിറങ്ങുമ്പോൾ ആ അറ്റ്ലാന്റ നഗരത്തെ ഒരു കൊച്ചു ബ്യൂണസ് ഐറസ് ആക്കി മാറ്റിയിരിക്കുകയാണ് അർജന്റീനയുടെ ആരാധകർ. നീല വെള്ള ജേഴ്സിയിൽ അവർ കളം നിറഞ്ഞ് ആഘോഷിക്കുകയാണ്. പരമ്പരാഗത ആഘോഷം, വാദ്യമേളങ്ങളൊക്കെ ഉണ്ട്. US-ലെ അറ്റ്ലാന്റ ഇപ്പോൾ അർജന്റീനയിലെ ഒരു ചെറുപട്ടണമായി തന്നെ മാറിയിരിക്കും. We expect to win, obviously. Of course. We're going for everything. We want to win, and we want to make it to the finals. Of course. The finals is with the Spanish. The Spanish, of course. Yeah, no. ¡Vamos, Argentina! ¡Vamos, Argentina! I mean, Spain has Lamine Yamal, but we have Messi, we have Enzo Fernandez, we have Tagliafico, we have Paredes. We have a whole team, and they just have one player. So we're a group. I'm expecting a lot, really. I want to win so bad. I want us to get to the finals, go against Spain. I was so surprised about France losing. But I feel like England can really give us a bit of a workout, but I expect a lot from Argentina, and I hope we win. So, yeah. One interesting reason that we have seen in the way Argentina plays was the amazing comeback. They have a lot of heart and passion, as you can see with the fans. I think this helps feed the team as well. And you can never count Argentina out. It's always drama, suspense. It's a very good story. So it's a good story. It's a good team, and never underestimate them, because they have proven to themselves that they can win in the past, and they are one of the amazing teams of the FIFA. കരുത്തരായ ഫ്രാൻസിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിലേക്കുള്ള ടിക്കറ്റ് എടുത്തത്. 22ാമത്തെ മിനിറ്റിലായിരുന്നു ആദ്യ ഗോൾ. ഒയർസബാൽ പെനാൽറ്റിയിലൂടെ ഗോൾ നേടി. ലമീൻ യമാലിനെ 20ാം മിനിറ്റിൽ പെനാൽറ്റി ബോക്സിൽ ഫൗൾ ചെയ്തു എന്നുള്ളതിനുള്ള മറുപടി എന്നോണമാണ് ആ പെനാൽറ്റി കിക്ക് സ്പെയിന് അനുകൂലമായി ലഭിക്കുന്നത്. അത് കൃത്യമായി വലയിലെത്തിക്കുകയും ചെയ്തു ഒയർസബാൽ. 58ാമത്തെ മിനിറ്റിൽ പെഡ്രോ പോറോയിലൂടെ സ്പെയിൻ ലീഡ് 2 തുടർച്ചയായിട്ട് ആക്രമണം നടത്താനുള്ള ഫ്രാൻസിന്റെ ഓരോ ശ്രമങ്ങളെയും സ്പാനിഷ് ടീം ഇല്ലാതാക്കുകയും ചെയ്തു. തീർത്തും നിറമങ്ങുന്ന സാഹചര്യമായിരുന്നു കിലിയൻ എംബാപ്പയ്ക്കും ഓസ്മാൻ ഡെംബലെയ്ക്കും ഒപ്പം ഒലീസയ്ക്കും. മധ്യനിരയിൽ റോദ്രി കളി പറഞ്ഞപ്പോൾ ഡിഫൻസിൽ അസാധ്യ മികവാണ് സ്പാനിഷ് താരങ്ങൾ നടത്തിയത്. ഒപ്പം ഗോൾ കീപ്പർ ഉനൈ സിമോണിന്റെ സേവുകളും ഈ മത്സരത്തിൽ നിർണായകമായി. അങ്ങനെ കഴിഞ്ഞ ലോകകപ്പിലെ ഫൈനലിസ്റ്റുകൾ തുടർച്ചയായി 3ാം ലോക ഫൈനൽ എന്നുള്ള പ്രതീക്ഷകൾ അവസാനിപ്പിച്ച് ഫ്രാൻസ് ഇനി 3ാം സ്ഥാനക്കാർക്കായുള്ള പോരാട്ടത്തിനായി ഒരുങ്ങേണ്ടി വരും. ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയതിൻ്റെ ആഘോഷത്തിലായിരുന്നു സ്പാനിഷ് ആരാധകർ. അവിടെ ഡയാലസിൽ വലിയ ആഘോഷം, ഒപ്പം മാഡ്രിഡിലും വലിയ തോതിലാണ് ഓരോ ഗോളിനും വിജയാഹ്ലാദം മുഴങ്ങിയത്. മത്സരശേഷം മാഡ്രിഡിൽ വലിയ തരത്തിൽ അവർ ആഘോഷ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തു. That's what makes us great. We're a team. We don't have great individuals. We're a team, and that's what makes us the collective force. I agree. I think everybody wants to make a shot and make history, but how Spain plays as a brotherhood, I think that's the key to win. Oh, the game, I thought it was awesome. I thought it was, well, for me it was awesome. I don't know about her. I enjoyed it a lot, honestly. I think it was terrible for France, the way we were neutralized. France didn't show up. They weren't the same team we had been watching, so That's it very was true. a bit of a disappointment. We were expecting something more. It wasn't the same team as last time. Terrible. You're like stabbing a knife and twisting it, man. It was bad, dude. It was not a good time. You know, especially when you're around all the like 70% of the entire stadium was Spanish fans. You know, but it's a good time. It was fun. We had a blast. Sad though. I guess 4 more years. You know, 2030. Here we go. Just amazing atmosphere, great game, excellent game, well deserved for Spain. They played extremely well.
outclassed France at all levels. രണ്ട് സൂപ്പർ താരങ്ങൾ അണിനിരക്കുന്ന ബ്ലോക്ക് ബസ്റ്റർ പടമായിരിക്കുമെന്ന് കരുതിയിരുന്നു സ്പെയിൻ ഫ്രാൻസ് പോരാട്ടം. പക്ഷേ ഫ്രാൻസിൻ്റേത് ഒരു ക്യാമിയോ മാത്രമായി ഒതുങ്ങിയതുപോലെ എന്നാണ് ആരാധകർ പറയുന്നത്. എന്താണെങ്കിലും ലോകകപ്പിലെ ഏറ്റവും ത്രസിപ്പിച്ച സെമി ഫൈനലിലൊന്നിലാണ് തോൽപ്പിച്ചത് സ്പെയിൻ ഫ്രാൻസിനെ. കോഴിക്കോട് നിന്ന് അനീഷ് കുമാർ റിപ്പോർട്ടിലേക്ക് പോകാം. ലോകകപ്പിലെ ഏറ്റവും ഹൈ വോൾട്ടേജ് പോരാട്ടം എന്ന് വിശേഷിപ്പിക്കട്ട മത്സരമായിരുന്നു ഫ്രാൻസും സ്പെയിനും തമ്മിലുള്ളത്. പക്ഷേ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് സ്പെയിൻ കരുത്തരായ ഫ്രാൻസിനെ മുട്ടുകുത്തിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ടോട്ടൽ ഫുട്ബോൾ, അതായത് ഒരു ടീം എങ്ങനെ കളിക്കണം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് സ്പാനിഷ് ടീം കാഴ്ചവെച്ചത്. അവരുടെ കൃത്യമായ പാസുകൾ, അളന്ന് കുറിച്ചുള്ള മുന്നേറ്റങ്ങൾ എന്നിവയെല്ലാം ഇന്ന് സമാനതകളില്ലാത്ത കളിയാണ് സ്പെയിൻ മുന്നോട്ട് വെച്ചത്. ഫ്രാൻസിനെ അക്ഷരാർത്ഥത്തിൽ മുക്കിക്കളയുന്ന കളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു കളി? എങ്ങനെയുണ്ടായിരുന്നു? സ്പെയിൻ ഏറ്റവും നല്ല കളി ഇന്ന് സ്പെയിൻ കളിച്ചെന്ന് തോന്നുന്നല്ലേ? ഫ്രാൻസ് എന്തായാലും ജയിക്കുമെന്ന് വിചാരിച്ചാണ് വന്നത്. ബട്ട് സ്പെയിൻ അടിപൊളി. എംബാപ്പയ്ക്ക് തീരെ ശോഭിക്കാൻ കഴിഞ്ഞില്ല. ഈ വേൾഡ് കപ്പിൽ ഏറ്റവും മികച്ച ഒരു കളി കണ്ടത് അങ്ങനെ വിചാരിച്ചാണ്. ഫ്രാൻസ് അത്ര നല്ല കളിയായിരുന്നു ഇതുവരെ. ബട്ട് സ്പെയിൻ സമ്പൂർണ്ണ ആധിപത്യം. അല്ല, കഴിഞ്ഞ കളിയൊന്നും വെച്ച് താരതമ്യപ്പെടുത്താൻ പോലും പറ്റില്ല. സ്പെയിൻ പക്ക സീൻ. ഫ്രാൻസിനെല്ലാം പൂട്ടി വിട്ട് ഫ്രാൻസിനെ പിടിച്ചു നോക്കിയില്ല. കഴിഞ്ഞില്ല. എങ്ങനെയുണ്ട് കളി? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി കളി, സൂപ്പർ. ഏത് ടീമായിരുന്നു? ഫ്രാൻസ് ആയിരുന്നു, സ്പെയിൻ ആയിരുന്നു? സ്പെയിൻ നല്ല കളിയായിരുന്നു. സ്പെയിൻ നന്നായിട്ട് കളിച്ചു, ജയിച്ചവര്. ഏത് ടീമായിരുന്നു? സ്പെയിൻ തന്നെ. സ്പെയിൻ തന്നെ സപ്പോർട്ട്. എങ്ങനെയുണ്ടായിരുന്നു കളി? അടിപൊളി കളി. ഫ്രാൻസ് പ്രതീക്ഷിച്ച രീതിയിൽ കളിച്ചില്ല. ഫ്രാൻസ് ആയിരുന്നു. ഞങ്ങൾ ഫ്രാൻസ് ആയിരുന്നു. ഞങ്ങളെ പ്രതീക്ഷ കാത്തില്ല. കാലാക്കണ ആരായാലും കുഴപ്പമില്ല. എങ്ങനെ കളി? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. കളി എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, നല്ല കളിയായിരുന്നു. ഒന്ന് പറ കളിയുടെ ഒരു കളി. കിടിലൻ കളിയായിരുന്നു. സ്പെയിനിലെ 11 പേര് നന്നായിട്ട് കളിച്ചു. ഫ്രാൻസ് നമ്മൾ പ്രതീക്ഷ അത്ര കളിച്ചില്ല അവര്. അതിനുണ്ടാവും സമനില പിടിച്ച സ്പെയിനെ അല്ലെന്ന് അല്ലല്ല, സ്പെയിന് പോർച്ചുഗലിനെ കളിച്ചിലൊക്കെ നന്നായിട്ട് ഇന്ന് കളിച്ചിട്ടുണ്ട്. നല്ല ഭയങ്കര ഒത്തിണക്കമായിരുന്നു ടീമല്ലേ? നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഭയങ്കര പാസുകള്, കട്ട് പാസുകള് നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. എംബാപ്പയ്ക്ക് ഇറങ്ങാൻ പറ്റിയില്ല. എംബാപ്പെ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ എത്തിയില്ല. എങ്ങനെയുണ്ടായിരുന്നു കളി? എങ്ങനെയുണ്ടായിരുന്നു? കളി എങ്ങനെയുണ്ടായിരുന്നു? എന്നുവെച്ചാ ഈ കഴിഞ്ഞ കളിയിലൊക്കെ കളിച്ചതിനേക്കാളും സ്പെയിൻ മറ്റൊരു ടീമായി മാറി. ഇപ്പോൾ എന്താണ് സ്പെയിന് ഏത് ടീമായിരുന്നു? എനിക്ക് ടീമൊന്നുമില്ല. കളി നന്നാകുക. സ്പെയിന് രക്ഷയില്ല. സൂപ്പർ. അർജന്റീനയ്ക്കും ഇംഗ്ലണ്ടിനും വലിയ ഭീഷണിയാണ്. ഓ, അർജന്റീന തോൽപ്പിക്കും ഈ കളി കളിച്ചാല്. നല്ല പൊള്ളി, ഒരു രക്ഷയില്ല. കളി കപ്പൻ സ്പെയിൻ തന്നെ നോക്കും. കഴിഞ്ഞ കളി കളിച്ച സ്പെയിൻ ഒന്നും അല്ല, ആകെ മാറിപ്പോയി. എല്ലാവരും നന്നായി കളിച്ചു. സെറ്റ് കളി നമുക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ കപ്പ അങ്ങനെ തൂക്കി പ്രാവശ്യം. ഫ്രാൻസ് കളിയിൽ പിക്ചറിലേ ഇല്ല. എംബാപ്പെ ചാൻസ് ഇല്ല. ഈ ഫ്രാൻസ് എംബാപ്പെ മുന്നേ കളിച്ചു. എംബാപ്പെ കളിച്ചോ? എവിടെയും കളിക്കാൻ പറ്റില്ല. അതാണ് സ്പെയിന് കളി വേറെ. എല്ലാരും പ്രതീക്ഷ ഫ്രാൻസ് ആയിരിക്കും ജയിക്കുമെന്ന്. ഫ്രാൻസ് എംബാപ്പെ കളിക്കാൻ പറ്റില്ലല്ലോ. സ്പെയിൻ പൂട്ടി. സ്പെയിൻ എംബാപ്പെ പൂട്ടി. ഫ്രാൻസ് പൂട്ടി. ഫ്രാൻസ് ഒന്നല്ല. നമ്മൾ കളി തുടങ്ങുമ്പോഴാ പറയാം, ഇൻഡിവിജ്വൽ പെർഫോമൻസ് അല്ല കളി, ടീം ഗെയിമാണ്. കള്ളനും പോലീസ് കളിക്കുന്നത് ചെറിയ കുട്ടികളെ വരെ കളിക്കുന്നവരെ കളിച്ച് പൊസിഷൻ ഗെയിം സ്പെയിന്റെ പുച്ഛിച്ച് നല്ല ആളുകളായിരുന്നു. യൂറോ കപ്പിൽ തോൽപ്പിച്ചെന്നൊക്കെ പറയുമ്പോൾ അത് യൂറോയിലല്ലേ, വേൾഡ് കപ്പിൽ നമ്മൾ മറികടക്കുന്നൊക്കെയാണ്. ഇപ്പൊ നിങ്ങൾ കളി കണ്ടല്ലോ, സ്പെയിന്റെ ഒപ്പം ജയിക്കാനായിട്ടില്ല. എംബാപ്പെ യമാലിന്റെ ഒപ്പം ജയിക്കാനായിട്ടില്ല. കളി സ്പെയിനോട് വേണ്ട. ഫൈനലിൽ ആരോട് കളിക്കും? ഫൈനലിൽ ആരൊപ്പരായാലും നല്ലൊരു പോരാട്ടം കാണാം. ഇംഗ്ലണ്ട് അർജന്റീന കളി ആർക്കും എഴുതി തള്ളാവില്ല. രണ്ട് ടീമിനും ഒരേപോലെ ചാൻസ് ഉള്ള കളിയാണ്. ഇത് നല്ല കേപ്പ് വർദ്ധാണ് നിങ്ങൾക്ക്. ഫ്രാൻസ് കാരണം സ്പെയിന് കളിച്ചത് ആ കീപ്പർ തന്നെ ഫസ്റ്റ് നല്ല കളി കളിച്ചു. പക്ഷെ കീപ്പറിനെ വിട്ടോട്ടില്ല. എന്റെ അഭിപ്രായത്തിൽ ഫ്രാൻസുകാർ നല്ല കീപ്പർ എത്തേണ്ടിയിരുന്നു എന്റെ അഭിപ്രായം. ഇത്ര നല്ല ഡിഫൻഡ് ആയിരുന്നു. അതിലൊന്നും പറയാനില്ല. ഗോളും കണ്ടില്ലേ, ഒരു ബോൾ പോലും മിസ്സാക്കുന്നില്ല.
അത്രയും നല്ല സേവ് ചെയ്യുന്നുണ്ട്. എന്തായാലും അതാണ് ലോകകപ്പിലെ ഏറ്റവും ആവേശകരമായ മത്സരമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട മത്സരമാണ്. കരുത്തരായ ഫ്രാൻസിനെ മറികടക്കാൻ സ്പെയിന് കഴിയുമോ എന്നതായിരുന്നു ഏറ്റവും വലിയ ചോദ്യം ഉയർന്നത്. പക്ഷേ മറികടന്നിരിക്കുന്നു. ഫുട്ബോളിന്റെ സമസ്ത സൗന്ദര്യങ്ങളും നിറഞ്ഞ കളി അഴകാണ് ഇന്ന് അക്ഷരാർത്ഥത്തിൽ സ്പെയിൻ മൈതാനത്ത് കാഴ്ചവെച്ചത്. ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിലുള്ള മത്സരത്തിലെ വിജയിയാവും ഫൈനലിൽ നേരിടുക. എന്തായാലും അർജന്റീന വിജയിക്കുമെന്നാണ് ഇവിടെയൊക്കെയുള്ള കൂടുതൽ ആരാധകരും പറയുന്നത്. പക്ഷേ കളി പലപ്പോഴും പ്രവചനാതീതമാണ്. ചെറിയ ടീമെന്നോ വലിയ ടീമെന്നോ വ്യത്യാസമില്ലാതെ ആർക്കും വിജയിക്കാവുന്ന സാഹചര്യം നിലനിൽക്കുന്നുമുണ്ട്. എന്തായാലും ഹൈ വോൾട്ടേജ് മത്സരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഫ്രാൻസിന് ഉണ്ടായിരിക്കുന്നത്. ലോകകപ്പിലെ അത്യുഗ്രം പ്രകടനത്തിന് ശേഷം നോർവേ ടീമിന് നാട്ടിൽ വീരോചിത സ്വീകരണമാണ് ആ രാജ്യം നൽകിയത്. 34 വർഷങ്ങൾക്ക് ശേഷം ടീമിന് യോഗ്യത കിട്ടി. ആദ്യ ലോകകപ്പായിരുന്നു അത്. ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ടു. പക്ഷേ ആ ടീം നടത്തിയ പോരാട്ടം, അതിനുള്ള അഭിനന്ദനമാണ് ആ രാജ്യം ഒന്നായി അവർക്ക് നൽകിയത്. വൈക്കിംഗ് പട അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ കാലുകുത്തിയ അന്നു മുതൽ ടീമിനൊപ്പം കൂടെ കൂടിയതാണ് ആരാധകർ. ടീമിന്റെ വിജയത്തിലും പരാജയത്തിലും അവരുണ്ടായിരുന്നു കൂടെ. 34 വർഷത്തിനു ശേഷമാണ് നോർവേക്ക് ലോകകപ്പിന് ഇക്കുറി യോഗ്യത ലഭിച്ചത്. ഫ്രാൻസ്, സെനഗൽ, ഇറാഖ് ഉൾപ്പെട്ട ഗ്രൂപ്പ് ഐയിലായിരുന്നു നോർവേ. ഗ്രൂപ്പ് സ്റ്റേജിൽ രണ്ടാമതായി ഫിനിഷ് ചെയ്താണ് നോക്കൌട്ട് സ്റ്റേജിലേക്ക് യോഗ്യത നേടിയത്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്റ്റാർ സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡിന്റെ മികവിലായിരുന്നു ടീം മുന്നേറിയത്. ഹാലൻഡ് ഈ ലോകകപ്പിലാകെ 7 ഗോളാണ് അടിച്ചത്. പ്രീ ക്വാർട്ടറിൽ ശക്തരായ ബ്രസീലിനെ തകർത്താണ് ടീം ക്വാർട്ടറിലെത്തിയത്. പക്ഷേ ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിന് മുന്നിൽ തോൽവി വരിക്കേണ്ടി വന്നു. സ്വന്തം രാജ്യത്ത് തിരികെ എത്തിയ തങ്ങളുടെ ടീമിന് വാട്ടർ സല്യൂട്ട് നൽകിയാണ് രാജ്യം അവരെ വരവേറ്റത്. ഔദ്യോഗിക ബഹുമതികളോടെ രാജ്യത്ത് വന്ന ടീമിനെ പിന്നീട് ഓസ്ലോയിലെ റോയൽ പാലസിന്റെ മുന്നിൽ തടിച്ചുകൂടിയ ആരാധകർ വൻ കരഘോഷങ്ങളോടെയാണ് തങ്ങളുടെ താരങ്ങളെ സ്വീകരിച്ചത്. ആരാധകരെ ആവേശം കൊള്ളിച്ചുകൊണ്ട് ടീം അംഗങ്ങൾ വെക്കിങ്സന്റെ മുഖമുദ്രയായ വൈക്കിംഗ് റോ അനുകരിച്ചു. നോർവേ ആരാധകർ വൈക്കിംഗ് റോ ലോകമെമ്പാടും തരംഗമാക്കിയിരുന്നു. തങ്ങൾക്ക് ആരാധകർ നൽകിയ സ്നേഹത്തിന്റെ നന്ദി പ്രകടമാക്കിയാണ് ടീം അംഗങ്ങൾ വൈക്കിംഗ് റോ അനുകരിച്ചത്. നോർവേ രാജകുമാരൻ ഹക്കൂണിന്റെ വാദ്യമേളത്തിന്റെ അകമ്പടിയോടെയാണ്. കൊട്ടാരത്തിലെ സ്വീകരണത്തിന് ശേഷം ടീം അംഗങ്ങളെ തുറന്ന ബസിൽ ഓസ്ലോയിലെ നഗരവീഥിയിലൂടെ ആനയിച്ചു. വേൾഡ് കപ്പ് പ്ലസ് ന്യൂസ് 18. ഫുട്ബോൾ ഇപ്പോഴും പൂർണ്ണമാവുകയാണ്. രാത്രി 8 മണിക്ക് കാണാം. അർജന്റീന ഇംഗ്ലണ്ട് സെമി ഫൈനൽ പോരിന് മുമ്പ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.